ആഘോഷിച്ചോ? ഭ്രാന്തോ? എടി, ഭ്രാന്തിനേക്കാൾ വലിയ ഉന്മാദം ഈ ലോകത്തുണ്ടെങ്കിലേ അതാ ഞാനിപ്പോ ഈ ആഘോഷിച്ചോണ്ടിരിക്കുന്നെ. എന്തായിരുന്നു നീ ഇവിടെ രാവിലെ കാണിച്ചത്? കമ്പനി ചെയർമാനാകാൻ കച്ചയും കെട്ടി ഇറങ്ങി പോയതല്ലേ? എന്നിട്ട് എന്ത് പറ്റിയടി? ആ വേദയുടെ മുന്നിൽ നീ തോറ്റ് തുന്നം പാടി. പുഷ്പം പോലെ അവൾ അവിടെ നിന്ന് നിന്നെ ഇറക്കി വിട്ടു. എനിക്ക് അത് മതിയടി. കൊള്ളാം നിന്റെ ആഘോഷം. എടി, നഷ്ടപ്പെട്ടത് എനിക്കല്ല, ഈ വീടിനാ. അത് നീ മറക്കരുത്. മരിച്ചുപോയ അമ്മയുടെ പേരിലുള്ള കമ്പനിയാ അത്. ചതിയിൽ കൂടി അത് പിടിച്ചടക്കാൻ വേദയ്ക്ക് കൂട്ടുനിന്നത് നീയും രാജീവാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നീ എന്താടി കരുതിയത്? എന്റെ രാജീവേട്ടനെ അവിടുന്ന് പിരിച്ചുവിട്ടിട്ട് കമ്പനി ചെയർമാന്റെ കസേര കയറി ഞെളിഞ്ഞിരിക്കാവുന്നോ? എന്നിട്ടിപ്പോ എന്റെ രാജീവേട്ടൻ കമ്പനിക്കകത്തും നീ കമ്പനിക്ക് പുറത്തും. ഞാൻ കമ്പനിക്ക് പുറത്തായതിൽ നീ അധികം ആഘോഷിക്കണ്ട. ഓർത്തോ, ഈ വീടിന്റെ അടിത്തറ തോണ്ടാൻ വന്നവളാ വേദ. നിനക്കും ഗിരിക്കും കൂടി അവകാശപ്പെട്ട സ്വത്താ അവളിപ്പോ ഒരു കോടതി ഉത്തരവിലൂടെ സ്വന്തമാക്കിയത്. എനിക്ക് കമ്പനി ചെയർമാൻ ആവാൻ പറ്റിയില്ല എന്നുള്ളത് നേരാ. പക്ഷേ ഇനി ആ കമ്പനി വേദയുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടൂന്ന് ആരും സ്വപ്നം കാണണ്ട. എടി, നിന്നെക്കാട്ടിലും എന്തുകൊണ്ടും ഭേദവാടി വേദ. അവൾ ആ കമ്പനി എനിക്ക് കൈമാറുന്ന ഒരു ദിവസം വരും. പിന്നെ ഞാനായിരിക്കും അതിന്റെ ചെയർമാൻ. ഞാനത് ഭരിക്കും. നീ അത് കാണും. അതിനെ നീ ഈ വീട്ടിലെ ആരുടെയൊക്കെ ജീവൻ കുരുതി കൊടുക്കണം? എടി, അമ്മയുടെ ജീവൻ എടുത്തതുപോലെ അവൾ ഈ വീട്ടിൽ ആരുടെയൊക്കെ ജീവൻ എടുക്കുമെന്ന്. അതും നിന്നോട് അവള് പറഞ്ഞിട്ടുണ്ടോ? എടി, സ്വന്തം പിടിപ്പുകേട് കൊണ്ട് കമ്പനി നഷ്ടപ്പെടുത്തിയതിനെ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തൽക്കാലം വേദ ചെയർമാൻ ആകുന്നതിലേ എനിക്ക് സന്തോഷേ ഉള്ളൂ. നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെ ആണോടി? ഒന്ന് നീ മനസ്സിലാക്കിക്കോ, സ്വന്തം സഹോദരങ്ങളെയും അച്ഛനെയും തോൽപ്പിക്കാൻ ഈ വീടിന്റെ ശത്രുവിനെ കൂട്ടുപിടിച്ചതോർത്ത് നീ കരയുന്നൊരു ദിവസം വരും. ആ കമ്പനി എന്റേതല്ല, ഞാൻ ഉണ്ടാക്കിയതുമല്ല. അതാര് ഭരിച്ചാലും എനിക്കൊരു നഷ്ടവുമില്ല. പക്ഷെ ഈ വീടിന്റെ നഷ്ടവും ദുഃഖവും അത് എന്റേത് കൂടിയാ. മതിയടി നിന്റെ പൂങ്കണ്ണീര്. വഴിയിൽ നിന്ന് കേറി വന്ന നിനക്ക് എന്ത് നഷ്ടവാടി ഉണ്ടായത്? വേദയുടെ കയ്യിൽ നിന്ന് കമ്പനി എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതോർത്ത് നീ ദുഃഖിക്കണ്ട. ഇപ്പൊ നീ ചെന്ന് വിശ്രമിക്ക. നല്ല ക്ഷീണം കാണും. നീ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? വിനാശകാലേ വിപരീത ബുദ്ധിയെന്ന്. ഇപ്പൊ നീ കാണിച്ച ഈ അതിബുദ്ധി നിന്റെ സർവനാശത്തിനാ. തൽക്കാലം തോറ്റുവെന്ന് കരുതി സ്വാതി അവളുടെ മുന്നിൽ അടിയറവ് പറയൂന്ന് നീ കരുതരുത്. അവളെ കമ്പനിയിൽ നിന്ന് അടിച്ചിറക്കാതെ എനിക്കിനി വിശ്രമം ഇല്ലടി. എടി, ചതിച്ചു നേടിയ രാജ്യവും ധനവും ഒന്നും ഇന്ന് വരെ ഒരു രാജാവും മനസമാധാനത്തോടെ അനുഭവിച്ചുള്ള ചരിത്രം ഇല്ലടി. നിനക്കോ അത് ബാധകം. നീ എന്റെ സ്വാതി ഇവിടെ ഇറക്കി വിടുവല്ലേടി? യഥാർത്ഥ അവകാശി വരുമ്പോ പകരക്കാരി കിരീടവും ചെങ്കോലും അഴിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ ചോദിച്ചു വാങ്ങാനുള്ള സമയമില്ലാത്തോണ്ടാ അവളുടെ കയ്യിൽ നിന്ന് ഞാനത് പിടിച്ചു വാങ്ങിയത്. എന്റെ അമ്മയുടെ പേരിലുള്ള കമ്പനിയായത്. എന്റെ അമ്മയെ കൊന്ന നിന്നെ ഇതിനകത്തിരുന്ന് ഭരിക്കാൻ ഞാൻ അനുവദിക്കില്ലടി. കമ്പനി ചെയർമാനാ വന്നിരിക്കുന്നു. നിന്റെ തോന്നിയാസം ഇവിടെ നടക്കില്ല. മിസ്റ്റർ നീൽ, വിടവളെ.
അവളെ വിടാൻ. അടങ്ങി നിൽക്കടി. വിടാൻ. വിടറവളെ, വിടാൻ. വൈശാഖി, വേണ്ട, നീലെ തല്ലരുത്. ഒരിക്കൽ എന്നെ പ്രിയപ്പെട്ടവളായി കണ്ട് സ്നേഹിച്ച മനുഷ്യനാ. അദ്ദേഹത്തെ അപമാനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഏട്ടാ, വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇവിടെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ? നീല് ചെയ്തതിലേ ഒരു തെറ്റുമില്ല. ഇവളിത് ചോദിച്ചു വാങ്ങിയ ശിക്ഷയാ. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോയ്ക്കോ. മതി, ഇനി ഇവിടെ ആരും അധികം സംസാരിക്കണ്ട. വേദയ്ക്ക് അനുകൂലമായ കോടതി വിധിയുമായിട്ടാ ഇവൾ ഈ കമ്പനിയുടെ ചെയർമാനായത്. അതോടെ നിങ്ങൾക്ക് ഈ കമ്പനിയിലുള്ള അധികാരം റദ്ദായി കഴിഞ്ഞു. ഇനി അത് പുനഃസ്ഥാപിച്ചു കിട്ടണമെങ്കിൽ കോടതി തന്നെ വിചാരിക്കണം. അതുവരെ നിങ്ങൾ ആരും ഈ കമ്പനിയിൽ പ്രവേശിക്കരുത്. മിസ്റ്റർ ഗിരി ഇനി ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരൻ മാത്രമായിരിക്കും. മാഡം, ഇതുകൊണ്ടൊന്നും സത്യം ഇല്ലാതാക്കാൻ കഴിയില്ല. നീൽ, പണ്ട് നീൽ എനിക്കൊരു സത്യം ചെയ്തു തന്നിരുന്നു. ഓർമ്മയുണ്ടോ നീലിന്? എന്റെ ജീവൻ രക്ഷിക്കാൻ പകരക്കാരിയായി ഇവളെ വിവാഹം കഴിച്ച് 1 കൊല്ലം കഴിയുമ്പോ എന്റെ കഴുത്തിൽ വീണ്ടും താലി കെട്ടാമെന്ന്. ഓർമ്മിക്കുന്നുണ്ടോ ആ സത്യം? പഴയ കഥകളൊക്കെ ഓർമ്മിപ്പിക്കാൻ നീ അധികം മെനക്കെടണ്ട. ആ കഥകളൊക്കെ കുത്തിപ്പൊക്കി എടുക്കാൻ ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല. മാഡം, പഴയ ഓർമ്മകളിൽ മാത്രം ഇപ്പോഴും ജീവിക്കുന്ന ഇവൾക്ക് ഭ്രാന്ത. ഇവളുടെ ഭ്രാന്തിനനുസരിച്ച് യൂണിഫോം ഇട്ട് മാഡം തുള്ളരുത്. സ്വാതി, നിന്റെ ഭർത്താവിന് ജീവനോടെ വേണമെങ്കിൽ നീ വിളിച്ചോണ്ട് പൊയ്ക്കോ. ഇനി ഈ കമ്പനിയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ വേദയായിരിക്കും. നീ ഭരിച്ചോ, പക്ഷേ വിഡ്ഢികളുടെ സ്വർഗത്തിന് ആയുസ് കുറവാണെന്ന് നീ മറക്കരുത്. നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിട്ടില്ലെങ്കിൽ എന്റെ പേര് സ്വാതി എന്നല്ല. നീയൊന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇനിയും ഇത് ആവർത്തിച്ചാൽ നിന്റെ ഭർത്താവ് ജയിലിൽ പോയേണ്ടി വരും. വിളിച്ചോണ്ട് പോടി. മാഡം, പറഞ്ഞ വാക്ക് തെറ്റിക്കുന്ന സ്വഭാവം ഈ സ്വാതിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ ദുശകനമായി മാറിയ ഇവളെ ഞാൻ അടിച്ചിറക്കി വിട്ടിരിക്കും. നമുക്ക് കാണാം. വൈശാഖി ഓഫീസിന്റെ ചുമതല ഏറ്റെടുത്തു. അതുകൊണ്ട് തീർന്നില്ല, എനിക്ക് ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട്. വാ. എടുത്തി, നീലെ, നിങ്ങളിങ്ങനെ വിഷമിക്കരുത്. ഇവളുടെ അഹങ്കാരത്തിന് മുന്നിൽ നമ്മൾ തോറ്റു പിന്മാറാൻ പാടില്ല. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഞാൻ വലിച്ചിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഹൈക്കോടതിയിലെ സീനിയർ ലോയർ രഘുനാഥൻ സാറിനെ കാണാൻ പോവാൻ ഞങ്ങൾ. ഒക്കേത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. ഈ ഉത്തരവ് പ്രകാരം നിങ്ങളുടെ ഭാര്യ മാലതി വേദയ്ക്ക് എഴുതി കൊടുത്ത ഡോക്യുമെന്റ്സിന് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. അപ്പോ വേദ എന്റെ പേരിൽ സ്വത്തുക്കൾ തിരിച്ചെഴുതി തന്ന രേഖയോ? നിയമത്തിന് മുമ്പിൽ അതിന് വിലയില്ലേ? വേദയുടെ ഈ വരവ് നമ്മുടെ ഈ വീടിനെ തകർക്കും. ആദ്യം കമ്പനിയില്, പിന്നെ വീട്ടില്. ഒരു കോടതി ഉത്തരവ് കൊണ്ട് വെറുതെ അങ്ങ് കേറി വന്നതല്ല അവള്. ഏട്ടന് പേടിയുണ്ടോ? സിനിമാ നടൻ നീൽ മഹേഷിന്റെ വീട്ടിലെ രഹസ്യങ്ങൾ മീഡിയ എഴുതി കഥകൾ ഉണ്ടാക്കുമോ എന്ന് ഭയമുണ്ടോ ഏട്ടന്? എങ്കിൽ അത് തന്നെയാ വേദയുടെ ലക്ഷ്യവും. ഏട്ടന്റെ സംശയം സത്യം തന്നെയാ. അങ്ങനെ വെറുതെ കയറി വന്നതല്ല. ഈ വീടും
ഇവിടുത്തെ സന്തോഷവും തല്ലി തകർത്ത് നമ്മളെ നശിപ്പിക്കാനുള്ള കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് അവള് വന്നിരിക്കുന്നത്. മോനെ, എന്തൊക്കെയാടാ ഇവിടെ സംഭവിക്കുന്നത്? അവള് നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. അതിന് അവൾക്ക് സഹായികളെ രണ്ടുപേരുണ്ടല്ലോ ഇവിടെ, രാജീവും ഗൗരിയും. അവരുടെ ബലത്തിലാ അവളീ കളിക്കുന്നത്. അച്ഛാ, അവൾ ഈ വീടിന്റെ സമാധാനം തകർക്കും. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ. അതിന് കഴിയില്ലെന്നാ ആ വക്കീല് പറയുന്നേ. എന്താ പറഞ്ഞേ? ഇറക്കി വിടാൻ കഴിയില്ലെന്നോ? അതെ, കമ്പനി മാത്രമല്ല, ഈ സ്വത്തുക്കളിലെല്ലാം അവക്കൂടി അവകാശമുണ്ടെന്നാ വക്കീല് പറഞ്ഞത്. മാലതി കാണിച്ച മണ്ടത്തരത്തിന്റെ ഫലമായതല്ല, അനുഭവിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. മരിച്ചുപോയ ആള് ചെയ്ത തെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്നതോ? വേദയ്ക്ക് ഒത്താശ ചെയ്യാനും അവളെ സൽക്കരിക്കാനും മത്സരിക്കല്ലേ ഗൗരിയും രാജീവും? അത് ഞാൻ ഇന്നത്തോടു കൂടി നിർത്തി തരാം. മര്യാദക്കാണെങ്കിൽ അവർ ഈ വീട്ടിൽ ജീവിച്ചാ മതി. ഏയ് നീലേ, എടുത്ത് ചാടി ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടൂ. പിന്നെ എന്താണ് അച്ഛാ ഞാൻ ചെയ്യേണ്ടത്? അവൾ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ സഹിച്ച് അവൾക്ക് അടിമയായി ഈ വീട്ടിൽ കഴിയണോ? അതിലും ഭേദം അവളെങ്ങ് കൊന്നിട്ടും ജയിലിൽ പോകുന്നതാ. എടാ, സാവധാനം ആലോചിച്ച് ഒരു സൊല്യൂഷൻ കാണാം. പരിഹാരമില്ലാത്ത ഒന്നുമില്ല ഈ ലോകത്ത്. അച്ഛാ, നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല അച്ഛാ. നിയമപരമായിട്ട് മാത്രമേ ഇനി നമുക്ക് അവളെ നേരിടാൻ പറ്റൂ. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഗൗരിയുടെയും രാജീവിന്റെയും മനസ്സാ എനിക്ക് മനസ്സിലാവാത്തത്. ഈ വീട് തകർക്കാൻ വേണ്ടി കൂട്ടുനിൽക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു? മോനെ, നമ്മൾ അവളെ വളർത്തിയത് വെറുതെ ആയല്ലോടാ. അത് സാരമില്ല അച്ഛാ. മുറ്റത്ത് നട്ട ചെടികളിലൊന്ന് കരിഞ്ഞു പോയെന്ന് കരുതിയാ മതി. അച്ഛാ, രാജീവിനെയും ഗൗരിയെയും ഇനി ഇവിടെ നിർത്തുന്നത് അപകടമാണ്. അവരെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞയച്ചേ പറ്റൂ. അതെങ്ങനെ? പോണ്ടേ? വേദ ഇവിടെ കയറി പറ്റിയതോടുകൂടി ഇനി ഇവിടെ നിന്ന് ഗൗരിയെ പറഞ്ഞുവിടാൻ ഇത്തിരി നമ്മൾ ബുദ്ധിമുട്ടും. വാക്കിന് വിലയില്ലാത്ത ആ രാജീവിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇനിയൊരു വഴിയേ ഉള്ളൂ. രാജീവിന്റെ വീട്ടിൽ ചെന്ന് അവരെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടണം. ഞാൻ തന്നെ പോവാം. അല്ലച്ചാ, അത് വേണ്ടച്ചാ. അച്ഛനും ഏട്ടനും അവർക്ക് മുമ്പിൽ ചെറുതാവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോയിക്കോളാം. ഞാൻ പറയാം അവരോട് രാജീവിനെയും ഗൗരിയെയും തിരിച്ചു വിളിക്കാൻ. അത് പോരെ അച്ഛാ? അത് മതി. ഭാനുമതി എതിർക്കും. പക്ഷേ സദാനന്ദന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിനക്കേ പറ്റൂ. ശരി അച്ഛാ, ഞാൻ അടുത്ത ദിവസം തന്നെ അവിടേക്ക് പോവാം.
ലാലേട്ടൻ അതവിടെ വച്ചേ. താനിത് എന്ത് പണിയാ കാണിച്ചത്? ഇതൊക്കെ അടുക്കി പറക്കി വെക്കണ്ടേ? വേണ്ട. വേണ്ടേ? അതെന്താ? സമയം ഒരുപാടായി. ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇല്ല ഏട്ടാ, സ്വാതി ഇന്ന് ഈ മുറിയിൽ ഉറങ്ങില്ല. എനിക്കിന്ന് നമ്മുടെ മുറിയിൽ തന്നെ ഉറങ്ങണം. എടോ, അതെങ്ങനെ സാധിക്കും? നമ്മുടെ റൂം വേദ കയ്യേറിയിരിക്കല്ലേ. നമ്മളായിട്ട് ഇനിയും വഴക്കിനൊന്നും പോണ്ട. ആ മുറിയും അത് അവളങ്ങ് എടുത്തോട്ടെ. തൽക്കാലം നമുക്ക് ഈ മുറിയിൽ ഉറങ്ങാം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ സ്വാതിയും ഭർത്താവിനെയും ബെഡ്റൂമിൽ നിന്ന് ഇറക്കി വിടാൻ ധൈര്യം കാണിച്ച അവളെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് നമ്മുടെ മുറിയിൽ തന്നെ ഉറങ്ങും. സ്വാതി ആരാണെന്ന് നാളെ നേരം പുലരുമ്പോ അവൾ അറിയും. അയ്യോ, ഇത് വേദയല്ലേ? വേദേ, 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 വേദേ. ശ്ശോ, ഇവളെങ്ങനെ മുറ്റത്ത് വന്നു? വേദേ, എണീക്ക്. വേദേ, വേദേ. ശ്ശോ, ആരെങ്കിലും കണ്ട എന്തോ പറയും. വേദ, ഒന്ന് എഴുന്നേക്ക്. വേദേ, വേദേ. അയ്യോ, എന്ത് പറ്റി ഗൗരിച്ചി? വേദ, വേദ എന്തിനാ മുറ്റത്ത് വന്ന് കിടക്കുന്നത്? ആരോടെങ്കിലും പിണങ്ങിയതാണോ? നന്ദിനി, വെറുതെ കളിയാക്കാൻ നിക്കല്ലേ, പോയി എവിടുന്ന്. വേദേ, വേദേ. എന്തേ ഉണരുന്നില്ലേ? ഉണർത്താനുള്ള ആളെ വരുന്നുണ്ട്. ദേ അങ്ങോട്ട് നോക്ക്. ഇവളെന്തിനാ കൊടവും കൊണ്ടുവരുന്നത്? വേദ, വേദ, എന്താണ് എനിക്ക്? ഇവളെ ഉണരുന്നില്ലേ? വേദ, വേദ, എണീക്ക്. വേണ്ട, വിളിക്കണ്ട. ഇവളെ ഞാൻ ഉണർത്തി തരാം. അയ്യോ, എന്താ കാണിക്കുന്നേ? സ്വാതി, എന്താ കാണിക്കുന്നേ? മോളതെപ്പോ വന്നു? കുറച്ചു നേരായി. അയ്യോ ദൈവമേ, ഓ അങ്ങനെയൊക്കെ വരാൻ കണ്ടൊരു നേരം. ഓ അവളിത് എല്ലാം കുളവാക്കും. മോളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അങ്കിൾ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ അച്ഛനും ഏട്ടനും കൂടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. എന്താ മോളെ? അയ്യോ, എല്ലാം പോയി, എല്ലാം പോയി. മോള് പേടിക്കണ്ട. അങ്കിൾ ഇതിനെ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അവരെവിടെ ഒന്ന് വിളിച്ചുകൊണ്ടുവരാൻ തന്നെയാ എന്റെയും തീരുമാനം. ഞാൻ ഉടനെ വരുന്നുണ്ടെന്ന് മഹേഷ് ഉണ്ടെന്ന് പറഞ്ഞേക്കാം. ഭാനുമതിയുടെ അഹങ്കാരത്തിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. മോള് ധൈര്യമായിട്ട് വെക്കോ? അങ്കിളല്ലേ പറയുന്നത്. ചെല്ല്. ശരി അങ്കിൾ. ഭാനു, സദേട്ടന് നേരത്തെ എത്തിയോ? ചായ എടുക്കട്ടെ?
ഞാൻ ഉടനെ ഒന്നും വരില്ലെന്ന് കരുതിയാണോ നീ ഇവളെ വിളിച്ചു കയറ്റി ഇങ്ങനെ സൽക്കരിച്ച്? അയ്യോ, അത് പിന്നെ നമ്മുടെ മോനെ സഹായിച്ച വേദമോളെ നമുക്ക് മറക്കാൻ പറ്റൂ? നിർത്തടി. അവൻ കാണിച്ച തെണ്ടിത്തരത്തിന് അവനെ അടിച്ച് കൊല്ലേണ്ടതാ. അങ്കിൾ, ഞാൻ വന്നതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട കാര്യമില്ല. നീ എന്തിനാ അവിടെ വന്ന്? മഹേഷേട്ടന്റെ വീടിന്റെ ശത്രു ഞങ്ങളുടെയും ശത്രു തന്നെ. അയ്യോ, സതുവേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? വേദമോളെ നല്ല കുട്ടിയാ. ഇതിനെല്ലാം ഉത്തരവാദി നീയാ. മര്യാദയ്ക്ക് പോയി അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴെല്ലാം നീ അതിന് തടസ്സം നിന്നു. ഇനി നീ വരണ്ട, ഞാൻ തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവന്നോളാം. അങ്കിൾ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് പ്ലീസ്. ദയവേത് അവരെ ഇപ്പൊ തിരിച്ചു വിളിക്കരുത്. അത് പറയാനാ ഞാൻ വന്നത്. അക്കാര്യത്തിൽ ഇനിയൊരു ചർച്ചയില്ല. വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ നിനക്ക് പോവാം. അങ്കിൾ, എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ആ വീട് വിട്ടു പോകണം. പകയും പ്രതികാരം കൊണ്ട് നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു വീടിനെയാ, അവിടുത്തെ നന്മയുള്ള കുറച്ച് മനുഷ്യരെയാ. നിനക്ക് ചെറിയ പ്രായമാണ്. കല്യാണം കഴിച്ചൊരു കുടുംബമായി ജീവിക്കേണ്ടതിന് പകരം പ്രതികാരത്തിന്റെ വഴിയാണ് നീ സഞ്ചരിക്കുന്നത്. ഇനി അവരെ ഉപദ്രവിക്കരുത്. അങ്കിൾ, എനിക്കിപ്പോഴുള്ള കുടുംബം അതാണ്. ഇനി എന്റെ ജീവിതം എന്നും അവിടെ തന്നെയായിരിക്കും. എന്റെ പ്രതികാരത്തിൽ വെന്തെരിഞ്ഞു വേണം അവിടെയുള്ള ഓരോ മനുഷ്യരും ജീവിക്കേണ്ടത്. ആ തീയിൽ ഒരു പോറല് പോലും ഏൽക്കാതെ അങ്കിളിന്റെ മകനും മരുമകളും സുരക്ഷിതരായിരിക്കും. അത് ഈ വേദയുടെ വാക്കാണ്. അതുകൊണ്ട് അവരെ വിളിക്കാൻ അങ്കിൾ അവിടേക്ക് വരരുത്. ഇനി അഥവാ വന്നാലും അവരൊരിക്കലും അങ്കിളിനൊപ്പം വരില്ല. പോട്ടെ. അയ്യോ, വേദയെ ഇറക്കി വിടാൻ പുതിയ വഴികൾ അന്വേഷിക്കുകയാണ് നീ അല്ലേ? ഓഹോ, ഇത്രയും വേഗം വിവരം മാഡത്തിന്റെ ചെവിയിൽ എത്തിയോ? എടി, നീ ഒന്ന് ചലിച്ചാ പോലും ഈ ACP വൈശാഖി വർമ്മ അതറിയും. ഗിരി എന്തോ വലിയ ആലോചനയിലാണല്ലോ. ഗിരിയുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന്. പറയ ഗിരി, എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമാണെങ്കിൽ ഈ വേദ അത് സാധിച്ചു തന്നിരിക്കും. നീ പറഞ്ഞത് നേരാ. എന്റെ ആവശ്യം സാധിച്ചു തരാൻ ഇപ്പൊ നിനക്ക് മാത്രമേ കഴിയൂ. ആഹാ, അപ്പോ എന്നോടുള്ള ശത്രുതയൊക്കെ ഗിരി ഉപേക്ഷിച്ചോ? അല്ല, പഴയ ഭാര്യയോട് അത്രയ്ക്കായിരുന്നല്ലോ ശത്രുത. നിന്നോടുള്ള ശത്രുതയുടെ ആഴം കുറഞ്ഞു പോട്ടൊന്നുമില്ല. പഴയ ഭാര്യ എന്ന നിന്റെ അവകാശവാദം മൈൻഡ് ചെയ്തിട്ടുമില്ല. പക്ഷേ ഇതിപ്പോ എന്റെ ആവശ്യമായിപ്പോയി. അത് ശരി. അപ്പോ ശത്രുവിന്റെ മനസ്സോടെ തന്നെയാണ് ഇപ്പോഴും എന്റെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ? അതെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗിരി അത് തുറന്നു പറഞ്ഞല്ലോ. ആട്ടെ, എന്താ ഗിരിക്ക് വേണ്ടി ഞാൻ ചെയ്തു തരേണ്ടത്? നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലി ഈ നിമിഷം നീ എനിക്ക് ഊരി തരണം. ഈ താലി കഴുത്തിൽ കിടക്കാൻ നിനക്കിനി ഒരു അവകാശമില്ല. എന്റെ ഭാര്യാസ്ഥാനം ഇപ്പൊ നന്ദിനിക്കാണ്. എന്റെ താലി അണിഞ്ഞു നടക്കാൻ അവൾക്ക് മാത്രമേ ഇപ്പൊ അവകാശമുള്ളൂ.
ഓ അത് ശരി. അതിരിക്കട്ടെ, ഇത് ഗിരിയുടെ ആവശ്യമാണോ അതോ നന്ദിനി ഗിരിയോട് ആവശ്യപ്പെട്ടതോ? ഇത് എന്റെ ആവശ്യം തന്നെയാ. ഇല്ല ഗിരി, ഈ ആവശ്യം നടത്തി തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ താലി എന്റെ കഴുത്തിൽ നിന്ന് ഊരിത്തരാനോ ഇത് ഉപേക്ഷിക്കാനോ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറ്റില്ല. നീ എനിക്കിത് അഴിച്ചു തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ കഴുത്തിൽ നിന്ന് എനിക്കിത് വലിച്ചു പൊട്ടിക്കേണ്ടി വരും. അതിനുള്ള ധൈര്യം ഗിരിക്കുണ്ടോ? ഉണ്ടെങ്കിൽ കാണട്ടെ ഗിരിയുടെ മിടുക്കും ധൈര്യവും. ഈ താലിമാലയിൽ ഗിരി കൈ തൊട്ടാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് ഈ വേദയുടെ കൊലവിളിയായിരിക്കും. ഈ താലി ഉപേക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇക്കാര്യം ഇനി എന്നോട് സംസാരിക്കുകയും വേണ്ട. എനിക്കിത് മാത്രമേ സംസാരിക്കാനുള്ളൂ. മര്യാദയ്ക്ക് അഴിച്ചു തരുന്നത് നിനക്ക് നല്ലത്. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഈ താലി ഇപ്പൊ കൂടിയേ തീരൂ. തൽക്കാലം ഇതിനു വേണ്ടി ഗിരി വെറുതെ സമയം കളയണ്ട. ഇല്ലടി, നിന്റെ കഴുത്തിൽ നിന്ന് ഇത് അഴിച്ചു വാങ്ങിയേ ഞാൻ അടങ്ങും. എന്റെ താലി അണിഞ്ഞ ഒരു പെണ്ണു മതി ഈ വീട്ടില്. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. വേദ ഈ വീട്ടിൽ ജീവിക്കുന്ന അവസാന ദിവസം വരെ ഈ താലി എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ഇതഴിക്കണമെങ്കിൽ ഗിരിക്ക് എന്നെ കൊല്ലേണ്ടി വരും. പിന്നെ ഗിരിയുടെ താലി അണിഞ്ഞ ഒരാൾ മതി ഈ വീട്ടിലെങ്കിൽ അത് ഞാനായാലും മതിയല്ലോ. എന്താ, നന്ദിനെ ഒഴിവാക്കാൻ ഗിരിക്ക് പറ്റില്ലേ? നിർത്തടി. ഈ ഗിരിയെ നിനക്ക് ശരിക്കും അറിയില്ല. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരുക്കം നടക്കുന്നതേ ഉള്ളോ? അവിടെ ഡൈനിങ് ടേബിളിലെ ആള് വന്നിരുന്ന് തുടങ്ങി. ഇങ്ങനെ ഇരുന്നാ മതിയോ? വല്ലതും കഴിക്കണ്ടേ? അതിനുള്ള ഒരുക്കത്തിലാണല്ലോ ഞാനും. കണ്ടില്ലേ, ഇന്നത്തെ അത്താഴം എനിക്കും വളരെ പ്രിയപ്പെട്ടതാ. ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതെനിക്കും അറിയാം. പക്ഷേ ഈ വീട്ടിലെ നിന്റെ ശത്രു ചില്ലറക്കാരിയല്ല, സ്വാതിയ. നോക്കി നിൽക്കാതെ വേദയ്ക്ക് ചോറ് വിളമ്പ് സ്വാതി. വേണ്ട ഗൗരി, എനിക്ക് സ്വയം എടുത്ത് കഴിക്കുന്നതാ ശീലം. വേണ്ടടി, എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വിളമ്പിത്തരാം. എന്താ, ഇത് മതിയോ? കഴിക്കടി. സ്വാതി, എന്താ നീ കാണിക്കുന്നേ? നീലേ, കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം? അഹങ്കാരികളോടെ എനിക്ക് ഇങ്ങനെ പെരുമാറാനേ കഴിയൂ. ഇത് മുഴുവൻ കഴിച്ചു തീർത്തിട്ടേ നീ ഇവിടെ എഴുന്നേക്കാവൂ. സ്വാതി, എന്ത് തോന്നിയ ദിവസം നീ കാണിച്ചത്? ആഹാരത്തിനോട് ഇങ്ങനെ അനാദരവ് കാണിക്കരുത്. ഏട്ടൻ കണ്ടില്ലേ ഇത്? ഏട്ടന്റെ ഒപ്പം വന്നിരുന്ന എന്നോട് ഉത്തരവിടാൻ ഇവൾക്ക് എന്താ അവകാശം? അതിനിങ്ങനെയാണോ ചെയ്യുന്നത്? എത്ര ശത്രുത ഉണ്ടെങ്കിലും ഒരാൾക്ക് മുമ്പേ ഇങ്ങനെ ആഹാരം എടുത്ത് കമിഴ്ത്തുന്നത് അഹങ്കാരം തന്നെയാ. ഏട്ടാ മതി. നല്ല അടി കിട്ടാത്തതിന്റെ കേടാ ഇവൾക്ക്. നിന്റെ ആഗ്രഹേ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. മര്യാദയ്ക്ക് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക്. ഇവളെ ഇവിടെ വിളിച്ചിരുത്തിയതിനെ നിനക്കാ ശിക്ഷ തരേണ്ടത്. തോന്നിയാസം കാണിച്ചത് നീയാ. അറിഞ്ഞുകൊണ്ട് ആഹാരത്തിനോട് അഹങ്കാരം കാണിക്കുന്നത് ഒരു തരത്തിലും ശരിയായ നടപടിയല്ല. ആ കുടുംബത്തിൽ എന്റെ മോൻ ചെയ്ത ദ്രോഹം എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അറിയാലോ, അത് മതി.
സന്തോഷം. ഇനി ഇതുപോലൊരു ഐറ്റത്തിനും കൂടി എടുക്കാൻ കാണോ? മോനെ, മോൻ എത്ര വഴക്ക് പറഞ്ഞാലും അങ്കിൾ അത് കേട്ടേ പറ്റൂ. എന്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ മോനോട് മാപ്പ് ചോദിക്കുക. അതെ, അങ്കിളിന് മാപ്പ് പറഞ്ഞിട്ട് എന്തിനാ? എന്റെ കമ്പനി, എന്റെ കുഞ്ഞ് എല്ലാം പോയി അങ്കിളെ. എടോ, ആഹാരം എന്ന് പറയുന്നത് ദൈവമാണ്. അതിനോട് ഇങ്ങനെ അഹങ്കാരം കാണിച്ച ദൈവം പോലും പൊറുക്കില്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. വിശക്കുന്നവന്റെ മുന്നിൽ ദൈവത്തിന് പോലും ആഹാരത്തിന്റെ രൂപത്തിലേ വരാൻ പറ്റുമെന്നൊക്കെ മുതിർന്നവര് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ അവൾ ഏട്ടന്റെ ഒപ്പം എന്റെ സ്ഥാനത്ത് കയറിയിരുന്ന് ആജ്ഞാപിക്കാൻ തുടങ്ങിയ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? പ്രതികരിക്കാതെ വായും പൂട്ടിയിരിക്കണം. അതിനെ ഈ സ്വാതി കിട്ടില്ല. എന്റെ ഈ ശരീരത്തിന്റെ വലിപ്പവും ശക്തിയും എന്റെ മനസ്സിനും ഈശ്വരൻ തന്നിട്ടുണ്ട് എന്ന് വെച്ച് അത്ര വലിയ മഹാമനസ്കതയൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ചിലത് കണ്ട ഞാൻ വല്ലണ്ടെങ്കിൽ പ്രതികരിച്ചു പോവും. എടോ, താൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഇപ്പൊ ചെയ്തത് തെറ്റ് തന്നെയാ. സമ്മതിച്ചു, തെറ്റ് തന്നെയാണ്. അതിനെന്നെ ശിക്ഷിക്കണമെങ്കിൽ ദേ 2 കൈയും കെട്ടി ഞാൻ നിന്ന് തരാം. ഇനി എന്നെ ഏട്ടനെ എത്ര വേണമെങ്കിലും തല്ലാം. ഞാൻ 2 കൈയും കെട്ടി നിന്ന് കൊണ്ടോളാം. പക്ഷെ എന്റെ ഒരു ചോദ്യത്തിന് ഏട്ടൻ ഉത്തരം പറയണം. ചോദ്യോ? എന്ത് ചോദ്യം? ഏട്ടൻ എന്തിനാ അവളിങ്ങനെ ഭയക്കുന്നത്? ആ വേദേ ഗിരി, എന്താ ഇത്? നന്ദിനി, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ കുറച്ച് ഓവറായി പോയി. എന്താ ഗിരി, എന്തിനാ ഇത്രയ്ക്ക് മദ്യപിക്കുന്നേ? വാ ഇങ്ങോട്ട്. മോളെ നന്ദിനി, നിന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. നീ എന്റെ മുത്തല്ലേടി നന്ദിനി. ഞാൻ ഇന്ന് കുറച്ച് ഓവറായി പോയി. ഗിരി, ഇങ്ങോട്ട് വന്നേ. നന്ദിനി, നമ്മുടെ കുഞ്ഞ് പോയാലും സങ്കടം എനിക്ക് മാറില്ല നന്ദിനി. അതൊക്കെ നമുക്ക് പിന്നെ എനിക്ക് പറയാം. സഹിക്കാൻ ഗിരി, ഇങ്ങോട്ട് പറ്റില്ല. വന്നേ. ആ മുറിയെക്കുറിച്ചും മാത്രമല്ല, ഞങ്ങൾക്കുണ്ടാവുന്ന കുട്ടികളെക്കുറിച്ചും ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. നീലിന് ഒരാൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. അതിനെക്കുറിച്ചൊന്നോർത്ത് നീ ഇനി വേവലാതിപ്പെടണ്ട. ഏട്ടൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു കൊടുക്കാൻ ഭാര്യയായിട്ട് ഈ സ്വാതി ഉണ്ട് ഇവിടെ. അതിന് നിനക്കൊരിക്കലും കഴിയില്ലെങ്കിലോ? ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ നിനക്ക് ഈ ജന്മം കഴിയില്ല.